എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ കാര്യം എന്താന്ന് വെച്ചാല്, അത് പറയുമ്പോ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വന്നിട്ട് പറയാൻ കിട്ടൂല കേട്ടാ. അത്രയും ജീവിതത്തിൽ ഒരു സങ്കടപ്പെട്ട നിമിഷമാണ്. അത് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് താമസം മാറാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ രണ്ടുപേരും വഴക്കിട്ട് മാറി നിന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം നിക്കിക്ക് സജീഷേട്ടൻ നിക്കിയെയും ഇഷ്ടപ്പെടാനുള്ള കാരണം കണ്ടത് ഞാൻ വൈശാഖ സന്ധ്യ പാട്ടാണ്. രണ്ടാളുടെയും വയസ്സ് പറയാ, പ്രത്യേകിച്ച് നികിച്ചേച്ചിയുടെയും. പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ, ആ പ്രണയം ഇപ്പോഴും ഉണ്ടോന്ന്? അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയേണ്ടത് അത് ഓപ്പയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എത്ര വരുമാനം കിട്ടുന്നുണ്ട്? വരുമാനത്തിനെ പറ്റി പറയാനാണെങ്കിൽ അപ്പൊ നമ്മള് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി വന്നേക്കാണ് അല്ലേ? ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങൾ പറയാൻ. ചോദിക്കൂ പറയാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു Q&A ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായി കുറച്ച് ദിവസം മുമ്പ്. അപ്പൊ അതിന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള മാക്സിമം ആൻസേഴ്സുമായിട്ട് നമ്മൾ എല്ലാവർക്കും ഉത്തരം തരണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ലാഗാവും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറെക്കുറെ ചോദ്യങ്ങൾ സെയിം ആണ്. അപ്പൊ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. അപ്പൊ അധികം വലിച്ചിട്ടായാൽ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണൂർ എവിടെയാണ് നിങ്ങളുടെ വീട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും കണ്ണൂരാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ കണ്ണൂര് നാറാത്താണ് നമ്മളെ വീട്. ഇത് ഒരുപാട് ചോദ്യമുണ്ട്. അപ്പൊ എല്ലാത്തിനുള്ള ഉത്തരമായി. കണ്ണൂര് നാറാത്ത് കാക്കത്തുരുത്തിയിലാണ് നമ്മുടെ വീട്. പിന്നെ ചോദ്യങ്ങൾ നീ വായിക്കുന്ന? പിന്നെ ചോദ്യം വായിക്കും. അടുത്തത്, സജീഷ് ചേട്ടന്റെ ജോലി എന്താണ്? പിന്നെ നികിയുടെ വീട്ടിൽ നിങ്ങൾ 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്താ കൈകൊട്ടി കളിയുടെ വീഡിയോ ഒന്നും ഇടാത്തത്? അതെ, അപ്പൊ സജീഷ് ചേട്ടന്റെ ജോലി എന്താണെന്നാണ് നമ്മുടെ വീഡിയോ പണ്ട് മുതൽക്കേ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്റെ ജോലി എന്ന് പറയുന്നത് IT ആണ്. എനിക്ക് 4G കമ്പ്യൂട്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ സ്ഥാപനമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പൊ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് സ്റ്റാഫാണ് ഇപ്പൊ നോക്കി നടത്തുന്നത്. ഞാനിപ്പോ നമ്മുടെ വീഡിയോസിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു 5-8 മാസമായിട്ട് ഫുള്ളായിട്ട് സ്റ്റാഫ് നോക്കിയിടന്ന് ഇടയ്ക്ക് ഞാൻ പോയി വരും. അങ്ങനെ പോകും, അങ്ങനെ ചെയ്യുന്നു. അപ്പൊ എന്റെ ജോലി IT ആണ് കേട്ടോ. പിന്നെ എന്റെ വീട്ടില് ഞങ്ങൾ 2 പെമ്മക്കളാണ് കേട്ടോ. അമ്മക്ക് എനിക്കൊരു ചേച്ചിയാന്നുള്ളത്. പിന്നെ ഇപ്പൊ എന്താ കൈകൊട്ടി കളിയുടെ വീഡിയോ ഇല്ലാത്തത്? അത് മെയിൻ ആയിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. ഫസ്റ്റ് അതിന്റെ കാരണം എന്താണ് ഓപ്പേ? ഞങ്ങൾക്ക് കൈകൊട്ടി കളി ഇടണമെങ്കിൽ നല്ലൊരു പാട്ട് വേണം. പാട്ട് ഞങ്ങളുടെ ഇതില് ചാനലിൽ ഇട്ടാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ കൈകൊട്ടി കളി ഇടാത്തതിന്റെ കാരണം അതാണ് അല്ലേ ഓപ്പേ? അതന്നെ, അതായത് കോപ്പിറൈറ്റ് ഉള്ള പാട്ടുകളാണ് ഇപ്പൊ എല്ലാം. ഇപ്പൊ നമ്മളൊരു പാട്ടെടുത്ത് വേറൊരാളുടെ പാട്ടെടുത്ത് നമ്മൾ കൈകൊട്ടി കളി കളിക്കുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ചാനലേ ഇല്ലാണ്ടായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു അടിപൊളി കൈകൊട്ടി കളി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ അച്ഛന്റെ നമ്മുടെ സ്വന്തം പാട്ടുകൾ എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോ പോയി പാടി ക്രിയേറ്റ് ചെയ്തിട്ട് കൈകൊട്ടിക്കളി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം. അടിപൊളി വരും അല്ലെ? തിരിച്ചു വരും. അതെ അതെ. പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ വഴക്ക് കൂടാറില്ലേ? വീഡിയോയിൽ എല്ലാരും നല്ല ഒത്തൊരുമയാണല്ലോ. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണോ? എന്താ പറയണ്ടല്ലേ, നിങ്ങൾ വഴക്ക് കൂടാറില്ലെന്നാ ചോദിച്ചേക്കണത്. വഴക്ക് ഇപ്പൊ എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ സന്തോഷത്തിൽ പോകാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പൊ വഴക്ക് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളെല്ലാം ഉണ്ടാവലുണ്ട്. അത് ഞാനും ഓപ്പയും തമ്മിൽ മാത്രമേ. അതും വലിയ പ്രശ്നങ്ങളൊന്നല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും. അത് നോർമലി എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോ സാധനം മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇന്നത് വാങ്ങിയില്ലേ എന്നെല്ലാം ചോദിച്ചിട്ടായിരിക്കും. അങ്ങനെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലായിടത്തും ഉള്ള പോലെ ഉണ്ടാവും. പക്ഷെ അപ്പൊ തന്നെ എന്റെ പ്രശ്നം എന്ന് അറിയാം, എനിക്ക് എത്ര വഴക്കിട്ടാലുണ്ടല്ലോ ഇവളായിട്ട് എനിക്ക് ചിരി വരും. ഇതെങ്ങനെ ഞാൻ ഇങ്ങനെ ആയിപ്പോവും. അങ്ങനെ ആവുമ്പോ പക്ഷെ ഇവക്കൊരു കാര്യമുണ്ട്, എത്ര തല്ലുപിടിച്ചാലുണ്ടല്ലോ ഇവിടെതാ ആ മുഖം ഇങ്ങനെ പിടിച്ചാ പിന്നെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു ചേഞ്ച്. ഞാൻ എത്ര ചിരിപ്പിക്കാൻ നോക്കിയാലും അവർക്ക് ആ ചേഞ്ചും ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് ഓടിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഒരു ദിവസത്തിന് മേലോട്ടൊന്നും വഴക്കിട്ട് പോയില്ല. നമ്മള് തമ്മിൽ അങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ വീട്ടിൽ ആരുമായിട്ടും വഴക്കുണ്ടായതോടെ ഞാനും ഓപ്പയും തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് ചിലപ്പോ തല്ലുപിടിക്കുന്ന അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോ ഞാൻ മക്കളെ പിണങ്ങിയാല് ഓപ്പ പറയുന്നത് അങ്ങനെയല്ല. അല്ലാണ്ട് വീട്ടില് വേറെ ആരുമായിട്ട് ഇതുവരെ വഴക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഹാപ്പിയിൽ പോകണമെന്നേ ആഗ്രഹമുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അത് തന്നെ ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ അടികൂടാറുണ്ടോ? പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ, എപ്പോഴും ആ പ്രണയം അതുപോലെ ഉണ്ടോ? അതിനുത്തരം പറയേണ്ടത് ഓപ്പയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ ഇപ്പോഴും ഉണ്ടോന്നാ ചോദിക്കുന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരുപാട് നന്നായി നീന്തിക്കുന്ന ഒരാളാണ് ഞാൻ.
കാരണം എന്താ പറയണ്ടേ, ഞങ്ങളുടെ ലൈഫിൽ ഇപ്പൊ 10 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് ഞങ്ങള് വേറൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ പറയുന്നത്. 5 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലുമായിരുന്നു. പക്ഷെ ഞാനിവിടെ എൻ്റെ ലൈഫിൽ കണ്ടുമുട്ടിയ ഇന്ന് ഈ സമയം വരെ ഞാൻ ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. 2 മക്കളും അച്ഛനമ്മ കുടുംബമൊക്കെ ആയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഫുൾ ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അന്ന് അതിൽ ഹാപ്പി ഇന്ന്. അതേ പ്രണയം എനിക്ക് എന്റെ മനസ്സിൽ ആ പ്രണയം പണ്ടത്തെ അതേ പ്രണയം ഇപ്പോഴും ഉണ്ട്. എന്റെ മനസ്സിൽ ആ പ്രണയം കട്ടൊക്കെ ഉണ്ട്. അതെ, ഞങ്ങക്ക് 2 മക്കളുണ്ടായിരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് കേട്ടാ. അടുത്ത ക്വസ്റ്റ്യനെ, നികിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി, അതേപോലെ നികിക്ക് തിരിച്ചും ചേട്ടനിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി. നികി എന്ത് ടൈപ്പ് ഡ്രസ്സ് ഇട്ട് കാണാനാണ് ചേട്ടന് ഇഷ്ടം? തിരിച്ചും കമന്റ് വായിക്കുമെന്ന് കരുതുന്നു. തിരിച്ചങ്ങോട്ട് വന്ന്. അപ്പൊ നികിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. നികിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എനിക്ക് തോന്നലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതില്ലേ വേറൊരു ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ട്. നിഖിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് കൂടി ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ കൂടി കൈയോടെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇവള് എന്താ പറയണ്ടേ, ഇപ്പൊ നമ്മുടെ ഒരു കുടുംബമില്ലേ, നമ്മുടെ ഫാമിലി, അത് നല്ല രീതിയിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ ഫാമിലി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകണം, മിങ്കിൾ ചെയ്ത് പോകണം, പെങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇവള് അതിന് കട്ട സപ്പോർട്ട്, ഇവളുടെ മൈൻഡും അത് തന്നെ ഏകദേശം. അപ്പോൾ ഞാൻ ചിലപ്പോൾ സനിതനെ ഒന്നും വീട്ടിലേക്ക് വിളിച്ചു വരുന്നില്ല, ഇവളായിരിക്കും വിളിക്കുക. സനിതേച്ചി സബിയോപ്പെ വാ, വീട്ടിലേക്ക് വരാത്ത എന്താ 2 ദിവസമായാലോ വന്നിട്ട്, അല്ലെങ്കിൽ ഒരാഴ്ചയായാലോ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു കഴിവ് ഇവക്കുണ്ട്. അതെനിക്ക് അവളുടെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമില്ലാത്തതുണ്ട്, ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അത് ഇവളെന്നോട് ക്വസ്റ്റ്യൻ ഈ Q&A ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഈ സംഭവം ഈ ക്വസ്റ്റ്യൻ വന്നപ്പോ ഓപ്പ എന്താ പറയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ വീഡിയോന്റെ മുമ്പിലേ പറയുള്ളൂ എന്ന് പറഞ്ഞു. സംഭവിച്ച വേറൊന്നുമല്ല, ഇവളില്ലേ നമ്മള് ഇപ്പൊ എന്നെയൊക്കെ ഒരാള് ചെറുതായിട്ട് കളിയാക്കി, ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തായാലും കളിയാക്കി. അപ്പോൾ എനിക്കത് ഒട്ടും ഇങ്ങനെ എന്താ പറയുക, ഞാൻ തിരിച്ചങ്ങോട്ട് കളിയാക്കും, എനിക്ക് വലിയ ഫീൽ ഒന്നും ആവില്ല. ഞാൻ അപ്പോടെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കളിയാക്കും, അങ്ങോട്ട് തിരിച്ചും പറയും. അപ്പൊ ഞാനത് ഫൈറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഇവളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഇവളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് ഇനിയിപ്പോൾ ഒരു നമ്മുടെ കൈകൊട്ടിക്കളി ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് അത് നീ ശരിയായിട്ടില്ല, നീ അത് വീണ്ടും നീ അതിലേക്ക് നീ ഒന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് എന്നൊക്കെ പറയുമ്പില്ലേ, ഇവർക്ക് അങ്ങ് ഭയങ്കര വിഷമാവും. കളിയാക്കലുകൾ ഒട്ടും സഹിക്കാനുള്ള കഴിവ് വെക്കില്ല. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ് ഇവളുടെ. അത് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവൂല. എന്താ പറയാ നിനക്ക് അതേ പറ്റി? എനിക്ക് ഞാൻ ആരെയും കളിയാക്കില്ല, അതുപോലെ തന്നെ എന്നോടും ആരും അങ്ങനെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. അപ്പൊ ആ കരച്ചില് ചിലപ്പോ ഓപ്പയല്ല പറയുന്നെങ്കിൽ ഓപ്പനോട് ദേഷ്യപ്പെടുള്ളൂ കേട്ടോ, വേറെ ആരോടും അങ്ങനെ ദേഷ്യപ്പെടൂല. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കരയുകയോ ചെയ്യുള്ളൂ. പക്ഷെ ഓപ്പനെ അങ്ങനെയെല്ലാം പറഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ മിണ്ടാണ്ടിരിക്കും, അങ്ങനെയെല്ലാം ആവും. അത് മാറ്റാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ എനിക്ക് ആരോട് തിരിച്ചങ്ങോട്ട് എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഇവരങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അതിന് ഞാൻ ശരിയാക്കി തരാട്ടാ. നീ എന്റെ ക്വാളിറ്റിയും മറ്റേ ഇഷ്ടമല്ലാത്തതും പറ. ഇനി ഓപ്പന്റെ ക്വാളിറ്റി എന്താന്ന് ഓപ്പ എന്നെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഓപ്പ എന്നെ പറഞ്ഞില്ലേ, ഓപ്പന്റെ വീട്ടുകാരാ ഒരു ഇതിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എനിക്കും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചിലപ്പോ എന്റെ വീട്ടിൽ എന്തെങ്കിലും മനസ്സിൽ ഞാൻ എന്തെങ്കിലും ആഗ്രഹിക്കും, അച്ഛനോട് അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ. പക്ഷെ അത് എന്റെ മനസ്സറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കണ്ട, എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഓപ്പയിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. പിന്നെ ബാഡായിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഓപ്പ ഒരു കാറാ അല്ലെങ്കിൽ ഒരു ഫോണോ അങ്ങനെ എന്തെങ്കിലും ഓപ്പക്ക് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ച് ജസ്റ്റ് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നോക്കി ഭംഗിയെല്ലാം നോക്കി ക്യാമറയും കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ അത് വിട്ടിട്ടുണ്ടാകും. പക്ഷെ ഓപ്പ അത് വിടൂല കേട്ടാ. ഓപ്പ ആ ഫോണിന്റെ ഭംഗി ഇത് നോക്കിയിട്ട് നിൽക്കി, ഇത് നോക്കിയേ, ഇത് കണ്ട അങ്ങനെ ഉണ്ട, ഇത് ഇങ്ങനെ ഉണ്ട, അതിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെനിക്ക് ഈ ഓപ്പ എന്തിനാ ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളോട് അത് അങ്ങനെ ഭംഗി അതിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ കുറിച്ച് വർണ്ണിക്കണം. അപ്പൊ എനിക്ക് ദേഷ്യം, എനിക്ക് അങ്ങനെ അതെന്താ സംഭവം എന്നറിയോ, നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ട് വാങ്ങുമ്പോ അത് നമ്മൾ ഇഷ്ടമുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ അറിയിക്കാനൊക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടാവൂലേ, അതുകൊണ്ടാണ് അതിന് നിന്നെ ഞാൻ കാണിക്കുന്നില്ല ബോഡി. അടുത്ത ദിവസത്തെ എപ്പോഴും
ചോദിക്കണം എന്ന് കരുതിയ ഒരു കാര്യമാണ്. എന്താണ് ഓപ്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്പ എന്താ വിളിക്കണേന്ന് വെച്ചിട്ട് ഇവള് അങ്ങനെ വിളിക്കുന്ന ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവർക്കും ഉത്തരം പറട്ടെ. അപ്പൊ ഞാനല്ലേ അങ്ങനെ വിളിക്കുന്നത്, അപ്പൊ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. അപ്പൊ എന്റെ കസിൻസിനെ എല്ലാം ഞാൻ അങ്ങനെയാ വിളിക്കല്. അതായത് എനിക്ക് ഏട്ടനും അനിയനോ ഒന്നുമില്ല. അപ്പൊ ഞാൻ കസിൻസിനെല്ലാം ഓപ്പാന്നാ വിളിക്കല്. അപ്പൊ ഫസ്റ്റ് ഓപ്പേനെ കണ്ടപ്പോഴും ഒരു അകന്ന ബന്ധാന്ന് പറഞ്ഞ്, അപ്പം വിചാരിച്ച എന്നാ ഓപ്പാന്ന് വിളിക്കാം. അങ്ങനെ സജീഷ് ഓപ്പേന്ന് വിളിച്ച് ഒരു കസിനെ പോലെ കണ്ടിട്ട് ഓപ്പാന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ തമ്മില് അതൊരു സ്നേഹത്തിലേക്ക് എത്തി. അപ്പോഴും അത് മാറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഏട്ടാന്ന് വിളിക്കാന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പക്ഷെ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഓപ്പൻ തന്നെ വിളിച്ചോടി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് മാറ്റുക, ഏട്ടൻ എന്നല്ല വിളിക്കണ്ടേ. നമ്മളിപ്പോ നമ്മുടെ സ്വന്തം ബ്രദറിനെ ഏട്ടാന്നല്ലേ വിളിക്കല്. ഭർത്താവിനെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ ഏട്ടാന്നല്ലേ വിളിക്കല്. അപ്പൊ ഏട്ടൻ എന്നുള്ള സ്ഥാനത്തിന് പോലെ തന്നെയാണ് ഓപ്പാന്നുള്ളത്. അപ്പൊ അതിന് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ അർത്ഥങ്ങൾ ഉണ്ടോന്നൊന്നും അറിയില്ല. അങ്ങനെ വിളിച്ച് അത് ശീലായി പോയി. പിന്നെ മാറ്റാൻ പറ്റുന്നില്ല. അത് ഏട്ടാന്നെല്ലാം വിളിക്കുമ്പോ കുറെ പേര് ഇഷ്ടത്തോടെ പറയാറുണ്ട്, അങ്ങനെ വിളിക്കുന്നേക്കാൻ ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. കുറച്ച് പേര് അത് ശരിയല്ല എന്ന് പറയാറുണ്ട്. എന്തായാലും അങ്ങനെ വിളിച്ച് ശീലിച്ചു. ഇനിയിപ്പോ അത് മാറ്റാൻ കഴിയില്ല. ഇപ്പൊ സ്കിറ്റിൽ തന്നെ ചിലതിലെല്ലാം ഏട്ടാന്നെല്ലാം വിളിക്കുമ്പോ പെട്ടെന്ന് ഒരു എന്തോ ഒരു അകൽച്ച പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ട് മാറി നിന്നിട്ടുണ്ടോ? നമ്മൾ രണ്ടാളും വഴക്കിട്ട് ഇന്നേ വരെ ഈ ഒരു നിമിഷം വരെ ഞങ്ങൾ രണ്ടാളും മാറി നിന്നിട്ടില്ല. മാറി കുറച്ച് ദിവസം ഇവള് എന്നെ വിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് മാത്രം അല്ലേ. പിന്നെ അങ്ങനെ ഇതുവരെ വഴക്കിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ചീള് കേസിനായിരിക്കും. മറ്റുള്ള സന്ദേശിനെല്ലാം വിളിച്ച് എന്തെങ്കിലും പ്രശ്നത്തിനെല്ലാം പറഞ്ഞ സന്ദേശിച്ച് ഇത്ര ചീള് കേസിനാണ് നിങ്ങൾ തമ്മിൽ തല്ലുപിടിച്ചതെന്നെല്ലാം ചോദിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിനായിരിക്കും തല്ലുപിടിക്കുന്നത്. അത് അപ്പൊ തന്നെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഒരു ദിവസം ഇതുവരെ നിന്നിട്ടില്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ ആരെങ്കിലായിട്ട് വന്ന് മിണ്ടും. ഒന്നില്ലെങ്കിൽ ഞാൻ വന്ന് മിണ്ടും, അല്ലെങ്കിൽ എന്റെ ഭാഗത്താ തെറ്റെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വന്ന് ഓപ്പനോട് മിണ്ടും. അല്ല ഓപ്പന്റെ ഭാഗത്താണ് തെറ്റിന്ന് ഓപ്പൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഓപ്പ എന്നോട് വന്ന് മിണ്ടും. അപ്പൊ ഓപ്പ എന്നോട് വന്ന് മിണ്ടുമ്പോൾ ഞാൻ കുറച്ച് ഡിമാൻഡ് ഇടും. ഞാൻ ഓപ്പനോട് പോയി മിണ്ടുമ്പോ ഓപ്പ കുറച്ച് ഡിമാൻഡ് മാത്രമേ ഉണ്ടാകുള്ളൂ. പിന്നെ ഈ ചെറിയ പിണക്കെല്ലാം കഴിഞ്ഞ് ഇണങ്ങിയാ പിന്നെ ഇവക്ക് ഭയങ്കര സ്നേഹം ഒരുക്കും. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, ഭാര്യ പിണങ്ങുമ്പോൾ ഭാര്യ ഇണങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അതിനു മുമ്പ് വരെ ഇപ്പോ എനിക്കതില്ല നോക്കാൻ, ഞാൻ അങ്ങനെ ചെയ്യുമൊന്നുമില്ലാന്ന് വഴക്കൂടുമ്പോ അങ്ങനെയെല്ലാം വിചാരിക്കേ. അത് കഴിഞ്ഞ് മിണ്ടിക്കഴിഞ്ഞാലോ അയ്യോ എന്ത് ചെയ്യണം എന്ത് ഇതാക്കണം എന്നുള്ളൊരു ഇതായിരിക്കും. അതെല്ലാ ഭാര്യമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സ്കിറ്റിലൂടെ കാണിച്ചു തരാം. നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് അതെല്ലാം വായിച്ചല്ലേ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ മീഡിയയിലൂടെ എത്ര വരുമാനം കിട്ടുന്നുണ്ട്? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിലൂടെ എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പറയണെങ്കിൽ കൃത്യമായിട്ടൊരു വരുമാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ചിലപ്പോൾ ഈ മാസം നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചെയ്താൽ മാത്രം പോരാ, ആ വീഡിയോസ് നല്ല റീച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് കിട്ടും. അതല്ല ഇപ്പം ചിലപ്പോൾ നമുക്ക് വീഡിയോ ചെയ്തു, ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് വീഡിയോ കയറാണ്ട് വരും, അപ്പോൾ ഏണിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഓരോ മാസം കൂടിയും കുറഞ്ഞൊക്കെ തന്നെ ഇരിക്കും. ഈ മാസം ചിലപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഇടണമെങ്കിൽ അടുത്ത മാസം കുറഞ്ഞിരിക്കും. അത് ശരിക്കും കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ജോലിക്ക് പോകുമ്പോൾ എല്ലാ മാസം കൃത്യശമ്പളമൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ചിലപ്പോൾ ഒരു മാസം ശമ്പളം ഇല്ലാത്ത തന്നെ മാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ 2 മാസം കൂടി എല്ലാവർക്കും എന്തെങ്കിലും കിട്ടും. അങ്ങനെയല്ലായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു കണക്കില്ല. അത് കൂടിയും കുറഞ്ഞൊക്കെ ആയിട്ടിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഗുണം കിട്ടുന്നുണ്ട്, നല്ലൊരു ഏണിങ്സ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ ചോദിച്ചാൽ റിപ്ലൈ തരുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പട്ടാമ്പിയിൽ വന്നിട്ടുണ്ടോ? ഇനി വന്നാൽ വീട്ടിൽ വരും. അയ്യോ, അത് ആഗ്രഹം കൊണ്ടാണ് കേട്ടോ നമ്മളെ കാണാനുള്ള. പട്ടാമ്പി ഉള്ളതാണ്. അപ്പൊ നമുക്ക് പട്ടാമ്പി ഇതുവരെ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല അല്ലേ. നമുക്ക് പോകണം ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് പാലക്കാടൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളവിടെ നമ്മുടെ ഷോയിലൊക്കെ ഉണ്ടായിരുന്ന സജിനയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ എന്തായാലും അവിടെ വരുന്നുണ്ട്. അപ്പൊ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും വരുമ്പം അറിയിക്കാം, കാണാം കേട്ടോ, നമുക്ക് പറ്റിയ കാണാം. വീട്ടുകാര്യങ്ങളും ജോലിയും അതിനിടയിൽ വീഡിയോസ് എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ പറ്റുന്നു? അതൊരു നല്ല ചോദ്യമാണ്. വീട്ടുകാര്യങ്ങളും ജോലിയും അതിനിടയ്ക്ക് വീഡിയോസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഒരു ടാസ്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ജോലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പൊ ഷോപ്പിൽ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മാത്രം പോയാൽ മതി.
പിന്നെ നികിയുടെ കാര്യമാണ് പറയേണ്ടത്. കാരണം വീട്ടില് മക്കളെ സ്കൂളിൽ അയക്കലും പണിയൊക്കെ ഉണ്ടാവും. അതിനിടക്കാണ് സ്കിറ്റുകൾ ചെയ്യുന്നത്. നമ്മൾ സ്കിറ്റുകൾ ചെയ്യാനാണ് ഒരുപാട് ടൈം ഉണ്ടാവാറ്. ഷൂട്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ 2 ദിവസമൊക്കെ ഷൂട്ട് ചെയ്താൽ ഒരു സ്കിറ്റ് റെഡി ആവുക. അപ്പൊ ഇവള് രാവിലെ തന്നെ 10:30 ആകുമ്പോഴേക്കും ഞാൻ ചോദിക്കാൻ തുടങ്ങും, നിക്ക് ആയില്ലേ, കഴിഞ്ഞില്ലേ എന്ന്. പിന്നെ അമ്മയുണ്ട്. അമ്മ പുറത്തെ പണികളെല്ലാം, പുറത്തും അകത്തും എല്ലാം പണികൾ ഉണ്ടാവില്ല. ഇപ്പൊ അടുക്കളയിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം പണി ഉണ്ടാവും. പുറത്തെ പണികളെല്ലാം ഒട്ടുമിക്ക അമ്മ ചെയ്യും. അപ്പോഴേക്കും ഞാൻ ചോറും കറിയെല്ലാം ആക്കി അടുക്കല് തൂക്കല് അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു 11:30 എല്ലാം ആകുമ്പോഴേക്കും എല്ലാം ചടുകുടയാക്കി ഓടിപ്പടഞ്ഞ് അപ്പോഴേക്കും ഞാൻ ചോദിക്കും. അപ്പൊ ഇവര് അമ്മയും ഇവളും കൂടിയൊക്കെ എല്ലാ പണികളൊക്കെ തീർത്ത് ഓടിപ്പടഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി എത്തും. അത് കഴിയുമ്പോ പിന്നെ നമ്മള് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ പാട്ട് വെക്കുന്ന സമയം വരെ ചിലപ്പോ വെച്ച് കഴിഞ്ഞാലും ഷൂട്ട് തീർക്കുന്നിടത്തോളം വരെ ചെയ്യും. ലൈറ്റ് പോകുന്നിടത്തോളം വരെ ഷൂട്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോണത്. പക്ഷെ റിസ്ക് ഒരുപാട് ബുദ്ധിമുട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ എന്താ പറയണ്ടത്, അതൊക്കെ നിങ്ങളിങ്ങനെ ഇഷ്ടത്തോടെ കാണി നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴാ ഒന്ന് നേരിൽ കാണുന്നത്? നികിയുടെ അതേ സംസാരവും പെരുമാറ്റവുമുള്ള ഫ്രണ്ട് എനിക്കുണ്ട്. നികിയെ കാണുമ്പോഴേ അവളെ ഓർമ്മ വരും. അതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം അല്ലെ. പിന്നെ ഒരാളെ പോലെ 7 ആളുടെ എന്നല്ലേ പറയുന്നത്. വേഗം ആ ഫ്രണ്ടിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും, നമ്മൾ നോക്കട്ടെ ഒരുപോലെ ഉണ്ടാകുന്നല്ലേ. അതെ, സംസാരം എല്ലാം ഉണ്ട്. ആ ഫ്രണ്ടിനോട് അന്വേഷണം പറഞ്ഞേ. അതെ. നികിയും സനിതയും ഇതുവരെ വഴക്കുണ്ടായിട്ടില്ലേ? നല്ലൊരു നികിയും സനിതയും തമ്മിൽ വഴക്കിട്ടിട്ട് ഇന്ന് വരെ ഈ ഒരു നിമിഷം വരെ സത്യസന്ധമായിട്ട് പറയുന്നതാണ് ഇതിനകത്ത്. അത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു നിമിഷം വരെ വളരെ സ്നേഹത്തോടു കൂടി സ്വന്തം ഒരു ഏച്ചി അനിയത്തി എങ്ങനെയാ പോകുന്നത്, ഞാനും സനിതയും ഉള്ളതിൽ കൂടുതൽ ബന്ധാണ് ഇവളും സനിതയും കൂടി. ഇപ്പതാ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വരെ 1/4 മണിക്കൂറോളം വിളിച്ച് സംസാരിച്ച് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ദിവസവും ചിലപ്പോൾ ഇവിടെ വീട്ടിൽ വന്നില്ലെങ്കിലും ഒരു 1/4 മണിക്കൂറെങ്കിലും ഡെയിലി ഫോൺ ചെയ്യും. നമ്മളെ വീഡിയോസ് ഇടുമ്പോ അവളോട് വിളിച്ച് ആദ്യം ചോദിക്കും, അവള് വീഡിയോ ഇടുമ്പോ നമ്മളോട് ചോദിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. ഇന്ന് വരെ വഴക്കുണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ സന്ദേശിയായിട്ട് മാത്രമല്ല, ഞാൻ ആരുമായിട്ട് അധികം വഴക്കുണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് നമ്മള് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ. നികിയെ കാണാൻ രണ്ടുപേരും സൂപ്പർ ആയിട്ടുണ്ട്. നികിയുടെ ഫുൾ നെയിം എന്താ? സാരി സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ ഫുൾ നെയിം നികിന. നികിന എന്നാണ് ഫുൾ നെയിം. പിന്നെ നികിന്ന് ഞാൻ വിളിച്ച് എല്ലാരും ഇപ്പൊ നികിന്നായി. എന്റെ പേര് ഓപ്പാന്ന് പോയി. പിന്നെ സാരി എടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടെന്ന് എല്ലാരും പറയലുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം അല്ലെ. വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് 2 പേർക്കും എന്തായിരുന്നു ജോബ്? വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ IT തന്നെയാണ്, കമ്പ്യൂട്ടർ ഫീൽഡാണ്. ഞാൻ +2 തൊട്ടേ കമ്പ്യൂട്ടർ ഫീൽഡിലായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് തൊട്ടിട്ട് അങ്ങനെ കമ്പ്യൂട്ടർ ഫീൽഡ്. അപ്പൊ അത് തന്നെ. പിന്നെ ഇവള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി, വീട്ടിലത്തെ പണി തന്നെ ഒരു വലിയ ജോലിയാണല്ലോ. പിന്നെ പുറത്തൊന്നും ജോലിക്ക് പോവാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പോകണം എന്ന് തോന്നിയാല് പോവാലോ. അപ്പൊ ഇല്ല, ഇതുവരെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് നിൽക്കുന്നത്. അത് തന്നെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. അതെ. അങ്ങനെയെങ്കിൽ ഈ ഗ്ലാമറിന്റെ രഹസ്യം എന്താണ്? അത് ചോദ്യം മാറിപ്പോയാണെന്ന് തോന്നുന്നു, നമ്മളോട് ചോദിക്കണ്ടല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്ലാമറിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ചോദ്യം വേറെ ആരോട് ചോദിക്കണ്ടേന്നോ അറിയില്ല. ഇത് ചോദിച്ച ആൾക്ക് ഞങ്ങൾ ഗ്ലാമർ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഒരുപാട് നന്ദി അങ്ങനെ തോന്നിയതിന്. വേറെ രഹസ്യം നമുക്ക് ചിരി, നമ്മുടെ സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലെ. അതെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ണൂരേക്ക് എറണാകുളംകാർ താമസം മാറാനുണ്ടായ സാഹചര്യം എന്ത്? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുറെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് അത്. കണ്ണൂരേക്ക് എറണാകുളംകാർ താമസം മാറാനുണ്ടായ സാഹചര്യം. അതായത് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് താമസം മാറാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയണ്ടേ, അതൊരു ഞങ്ങളുടെ ലൈഫില അതെന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇവളെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു സമയം ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ പെങ്ങളെ അച്ഛൻ, അമ്മ എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങളുടെ ലൈഫിലെ ഒരു വലിയൊരു ട്രാജഡി ആയിരുന്നു ആ ഇങ്ങോട്ടേക്കുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇതുവരെ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഞാൻ 10th പഠിക്കുന്ന 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം പറവൂർ തിരുത്തിപ്പുറം ഉണ്ട്. തിരുത്തിപ്പുറം സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്, ഞാനും പെങ്ങളും. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരുന്നു 10th വരെ. അപ്പം അച്ഛന് പിന്നെ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. ആ സമയത്ത് അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീടും പറമ്പും വരെ വിറ്റ്
കടങ്ങളൊക്കെ തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടും തീരാത്തത്രയും ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അച്ഛനപ്പൊ ഇവിടെ അച്ഛന്റെ അച്ഛനായിട്ട് കണ്ണൂരാണ്, എന്റെ അച്ഛന്റെ അച്ഛൻ കണ്ണൂരാണ്. അപ്പൊ അങ്ങനെ അച്ഛൻ ഇങ്ങോട്ട് ജോലിക്കായിട്ട് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു ഇതായി. അങ്ങനെ വീടൊക്കെ വിറ്റല്ല പിന്നെ നമ്മള്. അപ്പൊ അച്ഛൻ ഇങ്ങോട്ടേക്ക് മീൻ പിടിക്കാനും പൂഴി വാരാനൊക്കെ അമ്മേന്റെ വീട്ടിൽ ഇവര് താമസമായി. ഞാനും പെങ്ങളും കൂടി എന്റെ അമ്മാവന്റെ കുഞ്ഞിത്തേയില് പറവൂർ കുഞ്ഞിത്തേയിൽ താമസമായി. പിന്നെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്ന അച്ഛൻ ഇവിടെ ആയി. പിന്നെ അച്ഛൻ ഇവിടെ ജോലിയൊക്കെ സെറ്റ് ആയതിനു ശേഷം ഞങ്ങളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വാടകയ്ക്ക് വീടെടുത്ത് വന്ന് അങ്ങനെ ഇവിടെ ഞങ്ങൾ താമസിച്ചാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ദൈവം സഹായിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പൊ ഒരുപാട് കഷ്ടപ്പാടുകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ എന്താ പറയണ്ടേ, അതെല്ലാം പറയണെങ്കിൽ വലിയൊരു സ്റ്റോറി തന്നെ ഒരു വെബ് സീരീസ് പോലെ ചെയ്യേണ്ടി വരും. അപ്പം പെട്ടെന്ന് പറഞ്ഞതാണ് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുണ്ടായ സാഹചര്യം. എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയി ഇരിക്കാനുള്ള ടിപ്പ് ഒന്ന് പറഞ്ഞു തരുമോ? എപ്പോഴും ഹാപ്പി ആയിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, ഞങ്ങള് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത് ഞങ്ങളെപ്പോഴും സംസാരിച്ചുകൊണ്ടായിരിക്കല്. ഇപ്പൊ ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ രണ്ടാളും നടന്നങ്ങനെ പോയി വീട്ടിൽ പോയി ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ രാത്രി ആയി കഴിഞ്ഞാലും ഞാനും ഇവളും കൂടി ഇങ്ങനെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടായിരിക്കും, നാളെ എന്ത് ചെയ്യുന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയാ LIC അടക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും. പക്ഷെ അപ്പൊ സംസാരമാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അത് എല്ലാവരായിട്ട് അച്ഛനുമായിട്ട് അമ്മയായിട്ടും സംസാരിക്കും, പിന്നെ മക്കളായിട്ട് കളിക്കും. അപ്പൊ അതായിരിക്കാം ചിലപ്പോ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ടിപ്പ്. അപ്പൊ അതുപോലെ എല്ലാവരും ചെയ്യുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കള്ളൂടിയന്റെ ഭാര്യ ഇനി എന്നാണെന്ന് മറ്റേ സ്കിറ്റില്ലേ, കള്ളൂടിയന്റെ ഭാര്യ ഇപ്പൊ ഗൾഫിൽ പോയിട്ടല്ലേ, ഗൾഫിൽ പോയിട്ടാണല്ലോ കള്ളൂടിയന്റെ ഭാര്യ. നന്നായിട്ട് തിരിച്ചു വരട്ടെ, നമുക്ക് പറഞ്ഞ എടുക്കാനുണ്ട് അല്ലെ, കള്ളൂടിയെ നമുക്കൊന്ന് പിടിക്കാനുണ്ട്. കള്ളൂടിയന്റെ ഭാര്യ ഗൾഫിൽ പോയി നന്നായി വരുമ്പോഴേ കള്ളൂടിയന്റെ കിഡ്നി പോട്ട്. അതെ, കിഡ്നി എന്തെങ്കിലും പോയിട്ട് അപ്പോഴേക്ക് നമുക്ക് ശരിയാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് യൂട്യൂബിലെ ക്വസ്റ്റ്യൻ ആ തോന്നും കേട്ടാ. പാവപ്പെട്ട കുടുംബങ്ങളെ നിങ്ങൾ സഹായിക്കാറുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്, അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളെ നിങ്ങൾ സഹായിക്കാറുണ്ടോന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട കുടുംബം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് വലിയ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞില്ല ഒരു 5-8 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നികിടയൊക്കെ വീട്ടുകാർ അച്ഛനും അമ്മനെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോഴും എന്താ പറയണ്ടേ, ഏറ്റവും കൂലിപ്പണിക്ക് പോയിട്ട് ഉണക്കച്ചെമ്മീനൊക്കെ നടന്ന് വിറ്റിട്ട് ജീവിക്കുന്നതാണ് നികിട ചേച്ചി, അച്ഛനും അമ്മയൊക്കെ. അപ്പൊ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്തണം ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എന്റെ പെങ്ങള് അളിയനൊക്കെ മീൻ പിടിക്കാൻ പോയിട്ട് അങ്ങനെ കഴിയുന്നതാണ്, അറിയാലോ നിങ്ങൾക്കല്ല. അപ്പൊ അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണം, നമ്മളോടൊപ്പം കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളും ഒന്ന് ആയി വരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ സമൂഹത്തിനും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളിപ്പോ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പേരൊക്കെ വിളിക്കും, മെസ്സേജൊക്കെ അയക്കും, ചേട്ടാ മരുന്ന് വാങ്ങാനാണ്, എന്തെങ്കിലും ഒരു 500 രൂപ 1000 രൂപ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ആ പറഞ്ഞൊരു രീതിയിൽ 500 1000 ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അതിനപ്പുറത്തോട്ടൊരു സഹായം ചെയ്യാൻ ഞങ്ങൾ വളർന്നിട്ടില്ല. വളർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും അല്ലെ, ഉറപ്പായി അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട് എന്തായാലും കേട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശരിക്കും നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റിൽ നികിക്കുണ്ടായ അനുഭവങ്ങൾ കൂടിയാണോ? അതായത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകളിൽ കുറെ എന്താ പറയണ്ട ഭാര്യനെ തല്ലി പുറത്താക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായ അനുഭവങ്ങളാണോ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഞങ്ങളുടെ ചെയ്യുന്ന കണ്ടന്റുകളിൽ ഞങ്ങളുടേതായ അനുഭവങ്ങളുള്ള വീഡിയോസ് ഒക്കെ വളരെ കുറവാ. പിന്നെ ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഞങ്ങളുടെ അടുത്തറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞങ്ങളോട് ഫ്രണ്ടിന്റെ ഫ്രണ്ട് അങ്ങനെ നമ്മള് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞങ്ങൾ ചെയ്യാറ്. എനിക്കുണ്ടായ അനുഭവങ്ങൾ ചെയ്തത് ഏതെല്ലാന്ന് വെച്ചാൽ അത് ഞാൻ തന്നെ ചിലപ്പോ പറഞ്ഞു കൊടുക്കുന്ന കഥകളായിരിക്കും. ഗൂഗിൾ പേ എന്റെ അനുഭവ കഥയാണ്, പിന്നെ മറവീന്റെത് എന്റെ അനുഭവമാണ്, പിന്നെ ബർത്ത്ഡേന്റെ ഞങ്ങൾ ചെയ്തത് അതെല്ലാം എന്റെ അനുഭവ കഥകളാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. നിഗി ഏത് വയസ്സിലാണ് സജീഷിനെ കണ്ടത്? സജീഷിന്റെ വീട്ടിലുള്ളവരുടെ പേരുകൾ നിങ്ങൾ നാറാത്ത് എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങൾ ദിവസേന വീഡിയോസ് ചെയ്യാറുണ്ടോ? നിഗി ചേച്ചിയുടെ സംസാരം ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ നിഗി ഏത് വയസ്സിലാണ് സജീഷിനെ കണ്ടത്? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഒപ്പനെ കണ്ടത്. ഞാൻ +2. പിന്നെ സജീഷിന്റെ വീട്ടിലുള്ളവരുടെ പേരുകൾ, എന്റെ വീട്ടിലുള്ള എന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ, അമ്മ സലീല, പിന്നെ നിഗി, മോൻ ഇന്ദ്രജിത്ത്, ദുർഗ, മോള് ദുർഗ, അതാണ്. പിന്നെ സബി, സനിത, ശ്രീനന്ദ്, പിന്നെ ഇവളുടെ വീട്ടിലുള്ളത് അല്ലെ. എന്റെ അച്ഛന്റെ പേര് ശ്രീധരൻ, അമ്മേന്റെ പേര് വിനിത, ചേച്ചിന്റെ പേര് വിപിന,
ചേട്ടന്റെ പേര് ആനന്ദ്, മക്കളെ പേര് ആദിത്യൻ, അലേഖ്. അതെ, എല്ലാവരുടെയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 4.25 അല്ലേ? എന്റെ 10 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കൂട്ടിക്കോ. 4.25 വയസ്സ് കാണുമ്പോ അങ്ങനെ തോന്നുമെങ്കിലും അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ? കാണുമ്പോ ഞാൻ ചെറുതാണെന്ന് എല്ലാരും ചെക്കനാണെന്ന് ചോദിക്കുക അല്ലെ? ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 4.25 എന്നാക്കണ്ട. എന്താടി 4.25 കൃത്യോ? നികിക്ക് സജീഷ് ചേട്ടൻ നികിയെയും ഇഷ്ടപ്പെടാനുള്ള കാരണം? അടിപൊളി ക്വസ്റ്റ്യൻ. ഇഷ്ടപ്പെടാനുള്ള കാരണം വെച്ചാൽ ഫസ്റ്റ് അല്ലേ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് ആദ്യം കാണുമ്പോ എന്നൊക്കെ തോന്നുന്ന പോലെ എനിക്ക് ആദ്യം കണ്ടപ്പോ ഇവളെ മുടിയാണ് ഞാൻ ആദ്യം കണ്ടത്. മറ്റേ തട്ടത്തെ ആ തട്ട ഊരിയാലെന്നൊക്കെ പറയില്ല, അതുപോലെ എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമായി ഇവളുടെ മുടി. ഇവളെ ഉണ്ടല്ലോ ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട്, പക്ഷെ നല്ല മുടിയുള്ള പോലെ തോന്നും, ഇങ്ങനെ കെട്ടി ഇങ്ങനെ പൊക്കത്തിലൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടേ. ഫസ്റ്റ് ഒരു കുടിയലിന്റെ സമയത്താണ് ഞാൻ കണ്ടത്. ഒരു കുടിയൽ എന്ന് വെച്ചാൽ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ മുടിയൊക്കെ തല്ല വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു, നല്ല വേറൊരു ലുക്കില്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ മറ്റേ ഇതായി, ഞാൻ ബാക്കിന്നാ കണ്ടേ ഇവളുടെ മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ ആരാത് മനസ്സിൽ ഇങ്ങനെ കുടുങ്ങി. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവളുടെ മുടിയാണ് ഫസ്റ്റ് ആകർഷിച്ചത് കേട്ടോ. എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. വേറൊന്നും ഇഷ്ടല്ലേ? എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഓപ്പന ഇഷ്ടപ്പെടാനുള്ള കാരണം ഗ്ലാമർ തന്നെ, വേറെന്ത് ഭയങ്കര ലുക്കല്ലേ. ഞാൻ ഓപ്പന അന്ന് കുടിയലിന്റെ അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഇവളെ ആകെ മറ്റേ ഇതായിട്ടിരിക്കുന്നു എന്നെ കണ്ടിട്ട്. എന്റെ ഓണക്കളി കണ്ട് ഇവളാകെ. ഞാൻ ഓപ്പന അന്ന് കുടിയലിനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഓപ്പ പറഞ്ഞ പോലെ അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഓപ്പന ശ്രദ്ധിച്ചത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഓണത്തിന്റെ പരിപാടി. അന്നേരം അച്ഛൻ, അമ്മ, ഓപ്പ, സന്ദേശി അവരെല്ലാരും കൂടി വന്നിട്ട് ഓണക്കളിയെല്ലാം കളിക്കുന്നുണ്ടായി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. ഓണക്കളി കണ്ടപ്പോ ഇവള് ഫ്ലാറ്റ് ആയി. മൊത്തത്തിൽ അല്ല, ഈ കഥയൊക്കെ പറയുന്നതിൽ നല്ലതുണ്ടല്ലോ. നമ്മുടെ ലവ് സ്റ്റോറി പാർട്ട് 1 മുതൽക്ക് പാർട്ട് 5 വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്, മാക്സിമം ജീവിച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതുവരെ ലവ് സ്റ്റോറി പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇതുവരെ നമ്മുടെ ലവ് സ്റ്റോറി കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് വ്ലോഗ് ഫോർ യു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ അടിച്ചാൽ പാർട്ട് 1 മുതൽക്ക് പാർട്ട് 5 വരെ വരും. ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നെടുത്ത് കാണുക, അതിൽ കംപ്ലീറ്റ് സ്റ്റോറി ഉണ്ട് നമ്മുടെ അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെയാണ് ഓപ്പന ഫസ്റ്റ് കണ്ടത്. ഓണക്കളി കളിച്ചപ്പോ ആ ഓണക്കളി എന്തോ മനസ്സിൽ കുടുങ്ങി, കളിച്ച ആളും അത്രേ ഉള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എല്ലാരും കേട്ടോ. ചേട്ടന്റെ സിസ്റ്ററെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 2 പേർക്കും ചേച്ചി വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ. എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയില്ല. കമന്റ് കണ്ടപ്പോൾ മുതൽ ഒരു ബുദ്ധിമുട്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം സന്ദ്ര വീഡിയോയില് നമുക്ക് നിൽക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് നെഗറ്റീവ് കമന്റ് ആയിട്ട് കണ്ടിരുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങള്. സനിത വീഡിയോ തുടങ്ങിയത്, അല്ലെങ്കിൽ സനിത എങ്ങനെ വീഡിയോ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവൾക്ക് ആരാ തുടങ്ങി കൊടുക്കുന്നത്, എല്ലാം നമ്മളല്ലേ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ തന്നെ അവൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അവൾക്ക് വീഡിയോ എടുത്തു കൊടുക്കുന്നത് എല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. ആ ഒരു ഞാൻ അങ്ങനെ ആഗ്രഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന തെറ്റിദ്ധാരണയാണ്. പിന്നെ അവൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ തോന്നിയതായിരിക്കും. അവൾ ആ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കുരിപ്പനോട് എന്താ പറയുന്നത്, ചേട്ടാ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ ഇന്ദുരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ ഇന്ദുര കരയുന്നുണ്ട്, ചേട്ടാ അവനെ പഠിപ്പിച്ചേ, അവൻ അങ്ങനെ പഠിപ്പിച്ചേ, ആ വീഡിയോ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരത്ത് അവളുടെ ആ വ്ളോഗിൽ കയറിയിട്ട് വർത്താനം പറയാൻ വേണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇന്ദുരെ പഠിപ്പിക്കാൻ വേണ്ടേ? അപ്പൊ ഞാൻ ഇന്ദുരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭവം അവൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവൾ അതാ എടുക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ കയറിയിട്ട് ഞാൻ പറയുമ്പോൾ നമ്മുടെ വ്ളോഗ് പോലെ ആയില്ലേ അത്? അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നത്. അല്ലാണ്ട് അവളുടെ വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവള് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവളെ വിളിച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന പല കണ്ടന്റും ചിലപ്പോൾ നമ്മൾ തന്നെ, ഞാൻ പറയും, ഞാൻ സന്ദേശം കൂടി തീരുമാനിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. കാരണം വ്ളോഗ് ഫോർ യൂല് അങ്ങനെ ചെയ്യുമ്പോൾ പറയും വേണ്ട അതൊന്നും ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളെല്ലാം ഇവളാ പറഞ്ഞു കൊടുക്കാൻ മതിയോ? കഴിഞ്ഞ വാഴലേന്റെ വീഡിയോസ് ഒക്കെ ഇല്ലേ, വാഴല മുറിക്കാൻ പോകുന്ന ബർത്ത്ഡേന്റെ അന്ന്, അതൊക്കെ ഇവള് വിളിച്ചിട്ട് സന്ദേശിക്ക് ഒരു വീഡിയോ പറഞ്ഞതല്ല എന്നും പറഞ്ഞിട്ട് ഇവള് കൂട്ടിപ്പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മളങ്ങനെ അത് നമ്മൾ 2 പേരും കൂടി ഇതാക്കിയിട്ടെല്ലാം ചെയ്യുന്നതായിരിക്കും. ചില നേരം ഈ പറഞ്ഞ പോലെ സന്ദേശിച്ച് വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടില്ല, നമ്മൾ കണ്ടില്ലെങ്കിലും. ഒരു കാര്യം അറിയോ നിങ്ങൾക്ക്, അവളെല്ലാ വീഡിയോ എടുത്താലും എനിക്ക് അയച്ചു തരും. ഞാൻ ഓക്കെ പറഞ്ഞാലേ അവള് പോസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഞാൻ വിളിച്ചോടി അവിടെ നിന്ന് കട്ടാക്കടി, ഇവിടെ നിന്ന് കട്ടാക്കടി എന്ന് പറഞ്ഞാൽ എല്ലാം എഡിറ്റിംഗ് അടക്കം എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു വീഡിയോ സെറ്റ് ആക്കി വിടുക. വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് തന്നെ നമ്മളാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കൂടി വ്ളോഗ് ഫോർ യു ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു നമ്മള് പിന്നെ അതിൽ കിടന്ന് പെരങ്ങി കളിക്കുന്നതിൽ നല്ലത് അവള് ചെയ്യുമ്പോ അവളുടെ ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ അതേ ഉള്ളു. അല്ലാണ്ട് അതിനപ്പുറത്തോട്ട് അവള് വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അവളുടെ ചേട്ടനല്ലേ ഞാൻ. അപ്പൊ നിങ്ങൾ ആ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം.
രണ്ടുപേർക്കും പരസ്പരം അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ രണ്ടാളും പറയണം. നമുക്ക് രണ്ടാൾക്കും അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നായിരിക്കും, രണ്ടാൾക്കും പറയാനുള്ളത് ഒന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടാം കൂടി പറയാം. കാരണം ഞങ്ങളുടെ ഈ നിമിഷം തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം. അതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടതാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഇന്ന് മഴവിൽ മനോരമ എൻ്റെ അമ്മ ഫ്ലോറിലേക്ക് എത്തിച്ചേർന്ന നിമിഷം. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമാണ് അല്ലെ. നിഗി അവിടെ ആ ഫ്ലോറിൽ കയറി ഫസ്റ്റ് നിൽക്കുമ്പോ തന്നെ ഞാൻ ഒരുപാട് എന്താ പറയാ അഭിമാനം കൊണ്ട് തലമുട്ടെന്നൊക്കെ പറയില്ല നമ്മുടെ, അതുപോലെ അത്രത്തോളം. എന്നാ ഞാനൊരു കാര്യം പറയാ, ഞാൻ എൻ്റെ അമ്മ ഫ്ലോറിൽ എത്തി അവിടെ നിൽക്കാൻ ഉണ്ടായ സാഹചര്യം, എന്നെ അവിടെ എത്തിച്ച ഓപ്പ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് അഭിമാനം തോന്നിയിട്ടുള്ളത് കേട്ടാ. ഞാൻ ഇന്ന് നിഗീനെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് ഓപ്പയിലൂടെയാണ്. ഓപ്പ ചിലപ്പോൾ എല്ലാ ഭാര്യമാർക്കും അങ്ങനെ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. എന്നാലും ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് എവിടെയെങ്കിലും എത്തി നിൽക്കുന്ന എല്ലാവരും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് ഓപ്പേൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അതാ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷമാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഒരു ഭാര്യ എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അതന്നെയാണ് ഒരു ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം. ഓപ്പനെ ഇവിടെ അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ അധികം പുകഴ്ത്താൻ എനിക്ക് താല്പര്യമില്ല. ആർക്കെങ്കിലും അറിയണമെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചോ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, അത് അവളെ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ പോവാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മള് അവര് വിളിച്ചപ്പോ എത്രയായാലും നമ്മൾ എങ്ങനെയായാലും പോയിരിക്കും എന്നുള്ളതിൽ തന്നെ വാശി തന്നെ ആ പോയി ആ ഫ്ലോറിൽ കയറി. അത് മാത്രമല്ല ഞങ്ങൾക്ക് ആ സെമി ഫൈനൽ, അതായത് ഫൈനലിന്റെ ഒരു എപ്പിസോഡ് മാത്രമേ ഞങ്ങള് അതിൽ മത്സരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കി സെമി ഫൈനൽ വരെ അവിടെ എത്താൻ പറ്റിയ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റി. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ കാണാൻ പറ്റി. അതൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം. അതെ, ഇപ്പോഴും നന്ദി പറയുന്നത് എൻ്റെ അമ്മ സൂപ്പർ ടീമിനോട് മൊത്തത്തിൽ നന്ദി പറയുന്നത്. ജങ്ക് ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. ഞാനുണ്ടല്ലോ ഇങ്ങനെ ആക്കുമ്പോ കുറെ പ്രാവശ്യം ആക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് നല്ല തണുപ്പ് പിടിച്ചിട്ടുള്ള ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പൊ മൂക്കൊക്കെ ഇങ്ങനെ ചൊറിയുന്നു, അതാണ് ഇങ്ങനെ ആക്കുന്നത് കേട്ടാ. ഒപ്പം ഇങ്ങനെ ആക്കുന്നുണ്ടല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത്. അടുത്ത ക്വസ്റ്റ്യൻ, ജങ്ക് ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂ വരാറില്ലേ? എക്സസൈസ് റൊട്ടീൻ. ജങ്ക് ഫുഡ് അങ്ങനെ നമ്മൾ കഴിക്കല് കുറവാ. എന്താ കഴിക്കാറുള്ളത് അല്ലെ? അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ ഒരു നേരം കഴിച്ചെങ്കിൽ അന്നത്തെ ദിവസം പിറ്റേന്ന്, ഇപ്പൊ രാവിലെ ഉച്ചക്ക കഴിക്കുന്നെങ്കിൽ നമ്മൾ രാത്രി ഫുഡ് കഴിക്കില്ല. രാത്രി ഫുഡ് കഴിക്കില്ല. അത് മാത്രമല്ല പിന്നെ 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കില്ല. കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പുറത്തു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം പോയി കഴിക്കലൊക്കെ അപൂർവമാണ്. അങ്ങനെ കഴിക്കലില്ല. അപ്പൊ ഒരു ഗ്യാപ്പ് എടുക്കും. പിന്നെ വലിയ എക്സസൈസ് റൊട്ടീൻ ഒന്നും ഇല്ല. വൈകുന്നേരങ്ങളിൽ നടക്കാൻ വേണ്ടി പോകും ഞങ്ങൾ. അന്ന് കണ്ടില്ല വീഡിയോയിൽ, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ചേ ആയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ചേച്ചിന്റെ ഡെലിവറി സ്റ്റോറി പറയോ? ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഇതിനു മുന്നേ അത് ഇതുവരെ പറഞ്ഞു? ഡെലിവറി സ്റ്റോറി ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് വലിയ സ്റ്റോറി തന്നെ ഉണ്ട് ശരിക്കും പറയാൻ. ഇവർക്ക് പറയാൻ ഒരുപാട് കഥയുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ അത് ഒരു പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെ ഇട്ടാലേ ഇവളുടെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും അത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ കേട്ടോ. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്റെ കഥകൾ ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ സ്റ്റോറി ഒന്നല്ല, വലിയ സ്റ്റോറിയാ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഫോണിലെ വീഡിയോ എടുക്കണേ? ഏത് ഫോണിലെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതുവരെ എടുത്തോണ്ടിരുന്നത് ഗോപ്രോയിലായിരുന്നു. അതൊരു പഴയ ഗോപ്രോ ആണ്. പക്ഷേങ്കിൽ ആ ഗോപ്രോ ഇപ്പൊ നമ്മൾ 2 വർഷത്തോളം ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു മാസമായിട്ട് ഒരു പുതിയ ഐഫോൺ വാങ്ങി. ആ ഐഫോണിലാണ് ഇപ്പൊ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് തിങ്, ബിഗ്ഗസ്റ്റ് ഡിസിഷൻ യു ആർ എവർ ടേക്കൺ, ബിഗ്ഗസ്റ്റ് ഡ്രീം. അതെ, അപ്പൊ ബിഗ്ഗസ്റ്റ് ഡ്രീം തൊട്ട് പറയാം. ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താ? എനിക്ക് തോന്നുന്നു ഞങ്ങള് ലൈഫിൽ ഇതുവരെ കാണാത്ത ഡ്രീമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത നിമിഷം നമുക്ക് കടന്നുപോയി. നമ്മൾ പറഞ്ഞില്ലേ മഴവിൽ മനോരമയിൽ വന്നതൊക്കെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ. അപ്പൊ ഒരു ഡ്രീം ഞങ്ങളുടെ ലൈഫിൽ എനിക്കൂടെ ഏറ്റവും വലിയൊരു ഡ്രീം യാഥാർത്ഥ്യമായത് തന്നെയാണ് അത്. അതെ, ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്ന ബ്ലോഗ് ഫോർ യുലെ ഒരു ഡ്രീം ആണോ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. സെൽഫി എടുക്കുന്ന അതെല്ലാം കാണുമ്പോ നമ്മൾ തന്നെ സ്വപ്നം, നമുക്ക് തന്നെ ഭയങ്കര അഭിമാനമാണ്. ചോദിക്കലുണ്ട് ഇതല്ല ഒരു സ്വപ്നമാണോ? അപ്പൊ അതന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം. ചേച്ചിയുടെയും ചേട്ടന്റെ വീട് എവിടെയാ പറഞ്ഞു? നമ്മള് ഏതുവരെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടാണ്. എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്റേത് പറയാതെ തന്നെ ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ BA ഇംഗ്ലീഷാണ് എടുത്തത്. പക്ഷെ കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് നേരെ പോളിയിലേക്ക് ചാടി. പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എടുത്തു. പിന്നെ IT അത് തന്നെയായിരുന്നു. പിന്നെ അന്നത്തെ BA ഇംഗ്ലീഷ് എല്ലാം എടുത്ത് പഠിക്കാൻ വേണ്ടി താല്പര്യം ഇല്ലായിട്ടല്ല കേട്ടോ, അന്നത്തെ സാഹചര്യം കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല പിന്നെ പെട്ടെന്ന് ജോലിക്ക് വേണ്ടി ശ്രമിക്കണോണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ. പിന്നെ ഒരു കമ്പ്യൂട്ടർ എടുത്തു. അങ്ങനെ പിന്നെ നേരെ ഗൾഫിലൊക്കെ പോയി. അങ്ങനെ ഇങ്ങനെയായി. അതെ,
എന്റെ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാല് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിപ്ലോമ എടുത്തു സിവിൽ എഞ്ചിനീയറിംഗിൽ. വീടിന്റെ പ്ലാനെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ വെച്ചുതരാം. സിവിൽ എന്നിട്ട് വലിയ എല്ലാം പഠിച്ചു നമ്മുടെ വീടിന്റെ സ്റ്റെപ്പ് വരക്കാൻ ഞാൻ എന്താ ചോദിച്ചാലും സംഭവം ഇവള് സിവിലൊക്കെ എടുത്ത് പഠിച്ചു, ഡിപ്ലോമ ആയിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. എക്സാം എഴുതാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്തു. 2 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എക്സാം എഴുതാൻ പോയില്ല. ആ സമയത്ത് ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ആകെ കുറച്ച് ദൂരെ പോയിട്ട് എഴുതണായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കാൻ മടിച്ചായിരുന്നു. ഇപ്പോഴും എനിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ ചോദിച്ചാലും ഞാൻ പറയാം, അയ്യോ എനിക്ക് പഠിക്കാനൊന്നും പോണ്ട. അപ്പൊ അതാണ് യോഗ്യത അല്ലേ? അതെ. ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സങ്കടം ഓർ സന്തോഷം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുണ്ടായതാണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം അല്ലെ. ദുർഗ, ഇന്ദ്രു ഞങ്ങളുടെ ലൈഫില്, ഞങ്ങളുടെ രണ്ടാളുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷം അത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞത് മുതൽ ഒരുമിക്കാൻ പറ്റിയത് അതൊരു സന്തോഷം. അതിനുശേഷം ആഗ്രഹിച്ച പോലെ 2 മക്കളെ കിട്ടി, കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടിയത് തന്നെ വലിയ സന്തോഷം. സങ്കടം എന്താന്ന് വെച്ചാല് എന്റെ ലൈഫില് ഇതുവരെ അത് ചിലപ്പോ ഓപ്പയായിട്ട് ബന്ധപ്പെട്ടതൊന്നായിരിക്കൂല കേട്ടോ. എന്നാലും ഞാൻ പറയാം, എന്റെ ലൈഫിൽ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ വിഷമം തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാല് എന്റെ ചിറ്റേന്റെ മരണമാണ്. അത് പറയുമ്പോ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരും കേട്ടോ. ഇന്നും ഞാൻ ഫാമിലി ലൈഫിൽ ഏറ്റവും പറയുമ്പോ കരച്ചിലാണ്. ഇവൾക്ക് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞു അവസാനം എത്തുന്നത് ഇവളുടെ ചിറ്റയിലേക്കായിരിക്കും. പിന്നെ അന്ന് രാത്രി കിടന്ന് കരയും. അത് ചിലപ്പോ പറയുന്ന കാണുന്നവരെല്ലാം വിചാരിക്കോ പിന്നെ എന്നെല്ലാം വിചാരിക്കും. എന്നാലും ഇപ്പോഴും ഉള്ള ഒരു സങ്കടം എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. എന്റെ രജനി ചിറ്റേന്റെ മരണമാണ് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്. അതായത് അമ്മൂമ്മോളെ അമ്മേന്റെ, അതാണ് എന്റെ ലൈഫിലെ സങ്കടം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരുമിച്ചായിരുന്നേ. ഇവളുടെ അമ്മേന്റെ അനിയത്തി എന്ന് പറയുന്ന ചിറ്റ എന്ന് പറയുന്നത് ഇവളും അവര് ഒരുമിച്ച് ഒരു വീട് പോലെ ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നതാ. അപ്പൊ അങ്ങനെയുള്ള അതൊരു പ്രതീക്ഷിക്കാത്ത മരണമായിരുന്നു. നമ്മൾ ഇന്നലെ ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് അങ്ങനെ മരണപ്പെട്ടപ്പോ അത് ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോ സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ രണ്ടാൾക്കും എത്ര വയസ്സായി എന്ന്. എന്റെ വയസ്സാണ് ഇപ്പൊ പറയും. നിങ്ങളുടെ വയസ്സ് പറയൂടെ നീ? ഞാൻ വയസ്സ് പറയില്ല. എന്റെ വയസ്സ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഡിഫറൻസ്. അപ്പൊ പറ ഓപ്പന്റെ വയസ്സ് പറ. എനിക്കിപ്പോ 35 വയസ്സായി. 35 വയസ്സ് കഴിഞ്ഞ്. 35 വയസ്സ് കഴിഞ്ഞ്. അപ്പൊ എനിക്കോ നിനക്ക് 30 വയസ്സ് കഴിഞ്ഞ്. അത് കൂട്ടി അല്ല അപ്പൊ പറയേണ്ട കാര്യമില്ല. അത് എല്ലാരും കൂട്ടട്ടെ. അപ്പൊ 35 വയസ്സ് കഴിഞ്ഞു, 36 ആവാൻ പോകുന്നു. അപ്പൊ എനിക്ക് എത്ര വയസ്സ്? ഞങ്ങള് തമ്മില് 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ 30 വയസ്സ് കഴിഞ്ഞ്. പിന്നെന്താ 30ന്റെ നിറവിൽ. 30ന്റെ നിറവിലല്ല, പിന്നെ 25 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. വയസ്സ് എന്തായാലും 25 നിറഞ്ഞ തുളമ്പേണ്. നിങ്ങൾ ഈ ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചതും തുടങ്ങിയതും സക്സസിനെ കുറിച്ചും പറയൂ. നിങ്ങളുടെ വിജയഗാഥ കേൾക്കട്ടെ. അത് ഇങ്ങനെ പറഞ്ഞാല് കൊറേ ടൈം ആവുമെന്ന് തോന്നുന്നില്ല. നമ്മളൊരു ഇതായിട്ട് പറയാം. തോന്നുന്നു നമുക്കത് വേറെ എന്തെങ്കിലും പറയാം. ഇപ്പൊ എല്ലാം കൂടെ ഇത് തന്നെ കൊറേ സമയം ആയിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി പറഞ്ഞാ പിന്നെ ഇതാവൂലേ. നമുക്ക് എന്തായാലും അത് പിന്നെ ഒരു ദിവസം പറയാം. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ ആയല്ലേ, ഏറെക്കുറെ ആയി. അപ്പൊ ഏറെക്കുറെ എന്തായാലും ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി വായിക്കാണ്ട് ഞാൻ പോകൂല. ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നറിയോ, സജീഷ് ഏട്ടൻ എപ്പോഴും പാട്ട് പാടുമല്ലോ, നികി ചേച്ചിക്ക് ഒരു പാട്ട് പാടിക്കൂടെ? നികി ചേച്ചി എന്താ പാടാത്തതെന്ന് അല്ലേ? അപ്പൊ ഒരു പാട്ട് എന്തായാലും നികി ചേച്ചി ഇപ്പൊ നിങ്ങൾക്കായി പാടുന്നതാണ്. ഞാൻ പോവല്ല, നീ പാടിയിട്ട് പോയാ മതി. പാടും. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അങ്ങനെയൊന്നുമില്ല അല്ലെ, പ്രൊഫഷണൽ ആയിട്ട് പാടാൻ അറിയുന്ന ആരെയും ഇവിടെ ഉള്ളത് ആരുമില്ല. അപ്പൊ നീ പാടിക്കോ. നീ പാടുമ്പോ കുഴപ്പമില്ല, നീ പാട്, ഒരു പാട്ട് പാട്. നീ ഇന്നലായിട്ട് ഒരു പാട്ട് പാടണ്ട, എല്ലാം പാടിക്കും. വീഡിയോ എല്ലാരും ഓഫ് ആക്കിട്ട് കണ്ടം വഴി ഓടും കേട്ടോ ഞാൻ പാടിയാൽ. ഇല്ല, പാട്. നമുക്ക് ഇതോടെ വീഡിയോ നിർത്താം. സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വൈശാഖ സന്ധ്യ പാട്ട് പാടാം. റെഡി. നികി ഒരു പാട്ട്. ഇതാ ഞാൻ തന്നെ ഇവളുടെ പാട്ട് കേക്കല് മറ്റേ കൊല്ലത്തിലൊരിക്കലാണ്. ഭാഗ്യം വേണം ഇവളുടെ പാട്ട് കേൾക്കണേ. വേഗം കേട്ടോ. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതനതര കാന്തിയോ. അടുത്ത പരിപാടി പറയൂ നിൻ വിണ്ണിൽ നിന്ന് പാറി വന്ന മതി. പാടാൻ അറിയില്ല പക്ഷെ എന്റെ അച്ഛൻ നല്ലോണം പാടുവേ. ആ കഴിവൊന്നും ഞങ്ങൾക്ക് 2 മക്കൾക്ക് കിട്ടിയില്ല. അതിൽ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. എന്റെ മോള് നല്ലോണം പാടും. എന്റെ മോളല്ല, നമ്മളെ മോള്. അപ്പൊ എന്തായാലും
ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നിങ്ങളുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഏകദേശം ഉത്തരങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും പറയാത്തുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. പിന്നെ ലവ് സ്റ്റോറി എല്ലാരും കയറി കണ്ടോട്ടെ, സ്റ്റോറി എല്ലാരും കണ്ടോ. പിന്നെ ഡെലിവറിന്റെ പറയണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ചെയ്യാനുണ്ടായ കാരണങ്ങൾ അതും വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം പറഞ്ഞിടാട്ടാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചോദിച്ചിട്ടുള്ള ഉത്തരങ്ങളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ക്ഷമിക്കുക അല്ലേ? അപ്പൊ നമുക്ക് എന്നാ പിന്നെ പോവാ. അപ്പൊ പോവാ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് എന്നാ വിടാം. ഞാൻ പോയെന്നെ. ഓക്കെ, ടാറ്റാ ഗൈസ്. ബൈ.